നമ്മളിന്നൊരു യൂറിനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ്, അത് എങ്ങനെയാ സെറ്റ് ചെയ്തെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ വെച്ചാൽ വെച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ഇതാ സ്ക്രോൾ ചെയ്തിട്ട് പോയിക്കോ. പിന്നെ ആദ്യമായിട്ട് വെക്കുന്നതാകുമ്പോൾ ചില ആൾക്കാർക്ക് ഉപകാരമാവും, അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ എന്ന് മാത്രം കരുതിയാൽ മതി. പബ്ലിക് ടോയ്ലറ്റിൽ വെക്കുന്ന യൂറിനലിന്റെ മെഷർമെന്റും അതുപോലെ നമ്മുടെ സ്വന്തം വീട്ടിന്റെ ആവശ്യത്തിന് വെക്കുന്ന ഒരു യൂറിനലിന്റെ മെഷർമെന്റ് തമ്മിൽ മാറ്റം ഉണ്ടാവും. കാരണം നമ്മൾ സ്വന്തം വീടിനാകുമ്പം നമുക്ക് അതിൻ്റെതായ മെഷർമെന്റ് കസ്റ്റമൈസ്ഡ് ആയിരിക്കും. അതായത് കസ്റ്റമറുടെ ഹൈറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു യൂറിനൽ സെറ്റ് ചെയ്യേണ്ടി വരിക. ഈ കാണുന്ന വെച്ചാൽ നമ്മളൊരു ബിൽഡിംഗ് ആട്ടാ. അപ്പോൾ ബിൽഡിങ്ങിന് ഇവിടുത്തെ ലേബേഴ്സിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിലുള്ള ഒരു യൂറിനൽ മാത്രമേ ഇത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. വാ, നമ്മൾ ഇതുപോലുള്ള യൂറിനൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്ലംബിങ്ങിന്റെ കൺസീൽഡ് വർക്ക് ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ ഈ ഒരു സാധനം എടുത്തു വെക്കാം. ഈ ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ ക്ലോസറ്റ് ആയാലും നമ്മൾ അഡ്വാൻസ് ആയിട്ട് സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ കറക്റ്റ് മെഷർമെന്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ യൂറിനൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരുപാട് ടൈപ്പ് സാധനങ്ങൾ ഇട്ടാ, ഒരുപാട് നിങ്ങൾ നെറ്റിനകത്ത് നോക്കിയാൽ തന്നെ മതി, ഒരുപാട് ഡിസൈനുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം പറഞ്ഞാൽ വ്യത്യസ്തമാകുന്ന രീതിയിലുള്ള മെഷർമെന്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം സാധനം പോയി സെലക്ട് ചെയ്യുക, അതിനുശേഷം ഫൈനലൈസ് ചെയ്ത ശേഷം മാത്രം നമ്മൾ അതിന്റെ വേണ്ടിയുള്ള കൺസീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിന്റെ നമ്മൾ ഹൈറ്റ് വെച്ചത്, പ്രോപ്പർ ഹൈറ്റ് വെച്ചത് ഇവിടെ 65 സെന്റിമീറ്റർ നമ്മളിവിടെ ഇതിന്റെ ടോപ്പ് ലെവൽ വെച്ചിട്ടുണ്ട്. 65 സെന്റിമീറ്റർ നമ്മളിവിടെ ടോപ്പ് ലെവൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ വെള്ളത്തിന്റെ ഹൈറ്റ് വന്നത് നമ്മൾ 120 സെന്റിമീറ്റർ, 120 സെന്റിമീറ്റർ ഇതിന്റെ വെള്ളത്തിന്റെ ഹൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യം സാധിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു മെഷർമെന്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. പിന്നെ ക്ലയന്റിനോട് കാര്യം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ ഒരു മെഷർമെന്റ് വെക്കാന്നുള്ളത്. കൺസീൽഡ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ വേസ്റ്റ് ഔട്ട് വരുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഫ്ലോർ ലെവലിൽ എത്രത്തോളം ഫിനിഷിംഗ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ടൈല് വിരിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള മെഷർമെന്റ് നമുക്ക് ഇവിടെ കിട്ടണമെന്നില്ല. ഒന്നിക്കിൽ ഇത് കൂടിപ്പോവും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറഞ്ഞു പോകും. കാരണം ഇത് ഫ്ലോർ ലെവലിന്റെ മാറ്റം വരുന്നതിനനുസരിച്ച് നമുക്ക് വെക്കുന്ന സാധനത്തിന്റെ മെഷർമെന്റിൽ മാറ്റം വരും. അപ്പൊ നമ്മളിവിടെ ഇത് കൺസീൽ ചെയ്യുന്ന സമയത്ത് ഇത് ഫിനിഷിംഗ് ലെവലിലേക്ക് വെച്ചത് 40 സെന്റിമീറ്റർ ഇതിന്റെ എൽബോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. 40 സെന്റിമീറ്റർ ഇതിന്റെ എൽബോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്ത്, ഇവിടുന്ന് ഒരു എൽബോ ഇട്ട് ഇതിനോട് വെള്ളം കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇതൊരു അഡീഷണൽ ആയിട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പൊ ഇതിനൊന്നിച്ച് വേറെ ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ ഒരു നൈലോൺ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനൊന്ന് അഡാപ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സാധനം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലംബിങ്ങിന് വേണ്ടുന്ന പൈപ്പ് ലൈന് നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ സ്ക്രൂയിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇതിന്റെ സ്ക്രൂ വരുന്നത് നമ്മൾക്ക് ഈ വരുന്ന റൈറ്റിലും ലെഫ്റ്റിലും രണ്ട് ഭാഗത്ത് 2 സ്ക്രൂ വെച്ച് കൊടുത്താൽ മാത്രമേ ഈ ഒരു സാധനം സെറ്റായി കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് വേണം നമുക്ക് ഈ കാണുന്ന പൈപ്പ് ലൈനിന് വേണ്ടുന്ന പ്ലംബിങ് വരാൻ വേണ്ടി. ഇത് കുറെ കൂടി നമ്മൾ വൈഡ് ചെയ്തിട്ടാണ് വെച്ചത്. നമ്മൾ ഏകദേശം ഒരു 12-13 ഇഞ്ചോളം നമ്മൾ വൈഡ് ചെയ്തിട്ടാണ് ഈ കാണുന്ന വെള്ളം കളക്ട് ചെയ്തത്. അപ്പൊ അത്രത്തോളം വൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ കൺസീൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയൊരു ആനക്കാര്യം എന്നല്ല, പക്ഷെ ഇത് അറിയാത്തവർക്ക് ഒരു ചെറിയൊരു ഉപകാരം ആവും എന്തായാലും. അപ്പോൾ എന്നാല് സെറ്റ്.